ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേണ്ടത് ഒരു കപ്പ് കടലമാവാണ്. കടലമാവ് ഒന്ന് അരിച്ചിട്ടെടുക്കുക കേട്ടോ. ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ടുള്ള കറിവേപ്പില, കുറച്ച് ബേക്കിംഗ് പൗഡർ ആയിട്ട് എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡർ ഓപ്ഷനാണ്, വേണമെങ്കിൽ എടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ അതുപോലെ ബേക്കിംഗ് പൗഡർ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കടലമാവ് ഒന്ന് അരിച്ചെടുക്കുന്ന കേട്ടോ ബെറ്റർ. പിന്നെ അല്ലെങ്കിൽ കട്ട പിടിച്ചിങ്ങനെ കിടക്കും. നന്നായിട്ടൊന്ന് വെള്ളം പാർന്ന് ഇതുപോലെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഈ ഒരു തിക്നെസ്സിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്സ് ഇവിടെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ടൊരു വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി മതി. 1/2 കഷ്ണം ഉള്ളി, ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി. അതിലോട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ കശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ പോകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് സോസേജാണ്, ചിക്കൻ സോസേജാണ്. അത് 3 പീസ് സോസേജാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് ചേർക്കുന്നത് ഉരുളങ്കിഴങ്ങാണ്. നമ്മൾ ഉരുളങ്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് എടുത്തതാണ് കേട്ടോ. ഒരു 2 എണ്ണം, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം, വലിയതാണെന്നുണ്ടെങ്കിൽ 1.5 പീസ് മതി കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഓവറായിട്ട് ഇങ്ങനെ പേസ്റ്റ് ആയൊന്നും വേണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടാൽ മതി. അപ്പോൾ അതും നന്നായിട്ടൊന്ന് ഇതിലിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി 1 ടീസ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലോട്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫില്ലിങ്സ്. ഉരുളങ്കിഴങ്ങിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറക്കട്ടോ. ഓവറായിട്ട് ഉരുളങ്കിഴങ്ങിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ അത് കുറക്കാം. അതിലോട്ട് ഇനി ചേർക്കുന്നത് മുട്ട പുഴുങ്ങിയതാണ്. 1 മുട്ട പുഴുങ്ങിയത് ചേർത്തിട്ടുണ്ട്. ഉരുളങ്കിഴങ്ങിൻ്റെ അളവ് കുറച്ചിട്ട് മുട്ട 1-2 ആക്കി കൊടുക്കുക കേട്ടോ. അതിലോട്ട് കുറച്ച് ചീസും ചേർത്തെടുത്തിട്ടുണ്ട്, മൊസറല്ല ചീസും ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ ബ്രെഡും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബ്രെഡ് നമ്മളുടെ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഓയിൽ പാനിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് 2 ഭാഗം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓരോ ബ്രെഡും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓയിൽ ഇച്ചിരി അധികം ഇങ്ങനെ ഈ ഒരു ലെവലിൽ തന്നെ ഓയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അല്ലാണ്ട് മുരിച്ച് കളയണ്ട. ജസ്റ്റ് അതിൻ്റെ ആ ഒരു മാവ് 2 ഭാഗത്തുള്ള മാവ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ എണ്ണയിലിട്ടിട്ട് ഇതുപോലെ 2 സൈഡും അതിൽ കോട്ട് ചെയ്ത് കിടക്കുന്ന മാവൊക്കെ ഒന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡായിട്ട് എടുത്തിട്ടുള്ളത്. 6 7 8 പീസ് എടുക്കുക. കാരണം 2 ബ്രെഡ് വെച്ചിട്ടൊരു സാൻഡ്വിച്ച് മോഡലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ബ്രെഡും അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉരുളങ്കിഴങ്ങിൻ്റെ അളവ് കൂടി പോയാൽ അതിനനുസരിച്ച് ഫില്ലിങ്സ് കൂടും. അപ്പോൾ ഉരുളങ്കിഴങ്ങിൻ്റെ അളവ് 1.5 2 എന്നുള്ള ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എന്നുള്ള അളവിലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡും അതുപോലെ തന്നെ 2 ഭാഗവും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കുക്ക് ചെയ്ത് റെഡിയാക്കി ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫില്ലിങ്സ് ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട്. ഫില്ലിങ്സിൽ ഞാൻ പറഞ്ഞല്ലോ പൊട്ടറ്റോൻ്റെ അളവ് കുറച്ചിട്ട് മുട്ട വേണമെങ്കിൽ 2 എണ്ണം 3 ഒക്കെ എടുക്കട്ടോ. മുട്ടയുടെ ഒരു പുഴുങ്ങിയ മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മയോണൈസോ കെച്ചപ്പോ ഉള്ളിലൊന്ന് ജസ്റ്റ് ബ്രെഡിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സാധാരണ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ബ്രെഡും മാവിൽ മുക്കുന്നതിന് മുൻപ് ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്നിനൊന്ന് മുകളിലായിട്ട് വെച്ചതിന് ശേഷം മാവിൽ മുക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കട്ടോ. ഞാൻ ഓരോ ബ്രെഡും മുഴുവനായിട്ട് ബാറ്ററിൽ മുക്കി അത് ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ശേഷമാണ് മസാല വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യം ഒന്ന് പുറം ഭാഗം ഒന്ന് മൊരിച്ചെടുക്കലും അതുപോലെ ഉള്ളിലുള്ള ചീസും ഒന്ന് മെൽറ്റായി കിട്ടുക എന്നുള്ളതും കേട്ടോ. അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തിക്കൊണ്ടേ ഇരിക്കുക. 2 ഭാഗവും തിരിച്ചു മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് കേട്ടോ. ഉള്ളിലുള്ള ചീസ് ഒന്ന് മെൽറ്റായി കിട്ടണം. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചീസ് മെൽറ്റായിട്ടുണ്ടാകും നോക്കുക. ആയി വരുന്നേ ഉള്ളൂ, ഉള്ളിലോട്ട് ചൂട് തട്ടി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളിതുപോലെ ജസ്റ്റ് ചെറിയ ചൂടിൽ അമർത്തി കൊടുക്കുന്ന സമയത്ത് തന്നെ ചീസ് മെൽറ്റായിക്കണമെന്നും കൂടെ ഉറപ്പെടുത്തിട്ടോ. അപ്പോൾ ആ ചീസൊക്കെ ഓൾറെഡി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ സോസേജ് ഉണ്ടാവണമെന്നില്ല. സോസേജ് ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചേർക്കാം കേട്ടോ. അതല്ലെങ്കിൽ വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ക്യാപ്സിക്കോ അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മുട്ടൊക്കെ ചേർത്തിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കേട്ടോ. ഇത് ഇഷ്ടമുള്ള സോസിൻ്റെ കൂടെ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള മറ്റ് റെസിപ്പീസൊക്കെ ഒന്ന് പോയി നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.